അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ വലിയ പ്ലാൻഡ് ഒന്നും ആയിട്ടില്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ഡേയാ. അപ്പോൾ കണ്ടു നോക്കാം. ഇത് മുൻപത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം മൈലോ തന്നെയാണ്. അത് ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് കഴിച്ചിട്ട് അത് കറക്റ്റായിട്ട് അടച്ചു വെക്കാതെ കുറച്ച് കട്ടിയായിപ്പോയി. അതുകൊണ്ടാണ് അത് കുറച്ച് ബോൾസ് പോലെ. ഇത് കുഴപ്പമില്ല, അത് നമ്മൾ ചൂട് പാൽ ഒഴിക്കുമ്പോഴത്തേനും ശരിയായിക്കോളും. പിന്നെ ഒരാൾക്ക് മാത്രം മതി ചോക്ലേറ്റ് മിൽക്ക്, മറ്റേ ആൾക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ആ ചോക്ലേറ്റ് പൗഡർ ഇട്ടേ കേട്ടോ. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പോർഷൻ കാണിക്കുന്നതിന് മുന്നേ ഞാൻ തലേദിവസത്തെ കുറച്ച് ഭാഗം കൂടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. കാരണം അപ്പം ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പത്തിൻ്റെ അരി നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഇടുക ചെയ്യുന്നത്. ഞാൻ തലേദിവസം രാവിലെയാണ് കേട്ടോ ഇത് അപ്പത്തിൻ്റെ അരി കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് ഇടുന്നത്. എന്നിട്ട് ഞാൻ വൈകുന്നേരമാണ് ഇത് അരയ്ക്കുന്നത്. സോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ കഴുകണം കേട്ടോ. കാരണം അതിൽ എന്തായാലും കുറേ അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും. അല്ലാതെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് കഴുകാമെന്ന് പറയുമ്പോഴത്തേനും ഒരു പക്ഷെ അതെല്ലാം നല്ലതുപോലെ കുതിർന്ന് ആ വെള്ളത്തിലും അരിയിലും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാം. ആ അരി ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് അരി മാത്രമായിട്ട് മിക്സിയിൽ. പിന്നെ അതുപോലെ ഇത്രയും അരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത്രയുമാണ് ചോറ് എടുക്കുന്നത്. ഇതിൽ കൂടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാ പൊടിയാണ്. ഞാൻ മുൻപ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇട്ടപ്പോഴത്തേക്കിനും അതിൽ നമ്മുടെ ഫ്രഷ് തേങ്ങയായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ സെയിം തിങ് തന്നെ തേങ്ങാ പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഒരു വ്യത്യാസവും ഒന്നും അറിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കിനും കണ്ടോ അതിൻ്റെ അപ്പം നല്ലതുപോലെ ആ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതാണ് അപ്പവും മുട്ടക്കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് വളരെ എളുപ്പമായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല പ്രോപ്പറായിട്ടും വരുന്നൊരു സാധനമാണ് അപ്പം. നമ്മൾ ഇതുപോലെ മാവാക്കി വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്കിനൊക്കെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കറി നമുക്ക് മാറ്റി മാറ്റി ഉണ്ടാക്കാമല്ലോ. ഇന്ന് അപ്പത്തിന് മുട്ടക്കറിയാണ്. അതുപോലെ മാവുണ്ടെങ്കിൽ നമുക്ക് നാളെ വേറെ എന്തെങ്കിലും ആക്കാമല്ലോ. സ്റ്റൂവോ കടലക്കറിയോ ഒക്കെ ആക്കാമല്ലോ. ഞാൻ കുറച്ച് മാംഗോ പുഡിങ്ങും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലഞ്ച് കഴിയുമ്പോഴത്തേക്കിനും ഉള്ള ഒരു ഡെസേർട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ആക്കി വെക്കുവാണെങ്കിൽ അത് ആ സമയം ആകുമ്പോഴത്തേനും സെറ്റ് ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചേന പുഴുക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചേന വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യണം. നമ്മൾ യോഗട്ടും ക്രീമും പഞ്ചസാരയൊക്കെ കൂടെ മിക്സ് ചെയ്യത്തില്ലേ, ആ ഒരു സംഭവം. പിന്നെ ഈ ചേന പുഴുക്കിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് തേങ്ങ ഫ്രഷ് തേങ്ങയായിട്ട് വാങ്ങിയതല്ല. നമ്മളുടെ തേങ്ങ ഈ കൊത്ത് പീസില്ലേ, അത് ഇതുപോലെ ചോപ്പറിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ സാധാരണ ക്രഷ് ചെയ്ത് എടുത്തേക്കുന്ന തേങ്ങ പോലെ തന്നെ ആയിക്കോളും. കാരണം മറ്റേ തേങ്ങ എൻ്റെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബീഫ് റോസ്റ്റിനും അതുപോലെ പ്രോൺസ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിൽ ഈ തേങ്ങാക്കൊത്തെടുത്തില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ആ വലിയ വലിയ പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ആലോചിച്ചത്. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ. ചോപ്പറിലിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് നല്ലതുപോലെ അങ്ങ് ക്രഷ് ആയിട്ട് കിട്ടി. ഇന്നെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് കറിയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടറ്റോ ഒരു സൈഡ് ഡിഷ് പോലെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന പൊട്ടറ്റോ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡുമാണ്, പിന്നെ അങ്ങനെ ഗസ്റ്റും ഒന്നുമില്ല. അപ്പം നമ്മൾ മാത്രമുള്ളപ്പം ചില സമയങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാമല്ലോ. ആർക്കെങ്കിലും ഇഷ്ടമാകുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ പൊട്ടറ്റോ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും. അപ്പോൾ കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് വേവുമല്ലോ പൊട്ടറ്റോ. അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പ്.
ഞാൻ ഒരുപാട് തീയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, തീ കുറച്ച് വെച്ചേക്കും. അങ്ങനെ ഒത്തിരി തീ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. ആ വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേറെ അങ്ങനെ എരിവിന് വേണ്ടിയിട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ എരിവ് ധരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയിൽ വറ്റൽമുളക് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കിനും നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. കുറച്ചൊരു സ്പൈസി ആയിക്കോട്ടെ വിചാരിച്ചു. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ മല്ലിയിലയുടെയും പെപ്പർ പൗഡറിൻ്റെയും പിന്നെ അതുപോലെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു വറ്റൽമുളകിൻ്റെ പൊടിയില്ലേ, അതെല്ലാം കൂടി ഇതിലൊന്ന് പുരണ്ടിരിക്കും കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഐറ്റമാ. ഇനി നമുക്ക് കുറച്ച് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മെഴുക്കുവരട്ടി ആക്കാനായിട്ട് ഞാൻ ഈ പാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പോയിട്ട് ആമി എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അവള് കാര്യമായിട്ടിരുന്ന് എന്തോ ഉണ്ടാക്കുക. കുറച്ച് ദിവസമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അവളെന്തോ ഒരു പ്രിൻസസിൻ്റെ കാസലും അങ്ങനത്തെയൊക്കെ തനിയെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള ആളായിരിക്കുന്നത്. ഞാൻ പയറും മെഴുക്കുവരട്ടി റെഡിയാക്കാൻ വേണ്ടിയാണ് പാൻ വെച്ചതെങ്കിലും അവിടെ പോയി അവളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും എന്തിനാ പാൻ വെച്ചതെന്ന് മറന്നുപോയി. അപ്പം ഞാൻ ആ തിളച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയില്ലേ, അതങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം ഇനിയിപ്പോൾ കുഴപ്പമില്ല, അതിൻ്റെ ബാക്കി പുഴുക്കിനുള്ളതങ്ങ് ഇതിനകത്തങ്ങ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് പയറുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാൻ ക്രഷ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഇനി 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് എരിവനുസരിച്ച്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തന്നെ ഡീറ്റെയിൽഡ് റെസിപ്പി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റും ഒക്കെ പറയുന്നില്ല, അത് കാരണം അപ്പോൾ സമയമെടുക്കും. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. ആ തേങ്ങയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് ആ ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കിനും ഇപ്പം ഞാൻ ഈ ചേനയിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിൽ ക്രഷ് ചെയ്തിട്ടും ഇടാം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇന്നൊരു ലേസി ഡേ, അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് പുഴുക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലൊരു പുഴുക്കിൻ്റെ പരുവത്തിൽ തന്നെ വരും. കാരണം നമ്മളത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ആ തേങ്ങയുടെ വലിപ്പമൊക്കെ കുറയുന്നുണ്ട്. ഇനി ആ മാംഗോ പുഡിങ്ങിൻ്റെ ബാക്കി പരിപാടിയും കൂടെ നേരത്തെ മാംഗോ പേസ്റ്റ് ചെയ്ത് പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഇടാനുള്ള നമ്മളുടെ യോഗട്ടും ക്രീമും അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ഇട്ട് വന്നപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ബൗളിലധികം സ്പേസ് കിട്ടുന്നില്ല, അത് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അത് കാരണമാണ് ഞാനിത് വേറെ ബൗളിലേക്ക് ഇച്ചിരി കൂടെ വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട്, കാരണം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഏറ്റവും എളുപ്പമുള്ളൊരു പുഡിങ്ങായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കേട്ടോ മാംഗോ പുഡിങ്. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കറിയാം ഇപ്പോൾ മാംഗോ കിട്ടാൻ ഡിഫിക്കൽട്ടാണെന്ന്, പക്ഷേങ്കിൽ മാംഗോ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോൾ മാംഗോ കിട്ടിയാലും മാംഗോ പുഡിങ് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് താനും. പൊതുവേ ഇപ്പം നൈറ്റിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ എനിക്ക് സെറ്റ് ആവാനുള്ള സമയം കിട്ടും. രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇതുപോലെ രാവിലെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊന്നും അത് സെറ്റ് ആവാൻ പോലും ഉള്ള ഒരു സാവകാശം ആരും കൊടുക്കാറില്ല. അപ്പോൾ ഇനി അതിലേക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് ജലാറ്റിനും കൂടെ ഒന്നൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പോമഗ്രനേറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റെ തോടിൽ നിന്ന് ഒന്ന് ഇളക്കി മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉപ്പിടുന്നത്, കാരണം അതിനകത്തപ്പം ഒരു ഉപ്പ്, പുളി, മധുരം എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. പൊതുവേ ഈ അനാർ നമ്മുടെ ബോഡിക്ക് നല്ലതെന്ന് പറയുമെങ്കിലും നമുക്ക് കഴിക്കാൻ മടി വരുന്നത്, അത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു ഉപ്പിട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലപോലെ ഇഷ്ടമാവും.
ഞാൻ നേരത്തെ പാൻ അടുപ്പിൽ വെച്ചത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണെങ്കിലും അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കിനും അതിനു വേണ്ടിയാണ് പാൻ വെച്ചതെന്നങ്ങ് മറന്നുപോയി. അങ്ങനെയാണത് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് കൊണ്ട് തേങ്ങ ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തേങ്ങ ഇട്ടു എന്നാൽ പിന്നെ ചേനയും റെഡിയാക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ചേനപ്പുഴുക്കിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അതിൽ റെഡിയാക്കിയിട്ട് നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന ചേനയിലേക്ക് അത് തട്ടിയത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് മെഴുക്കുവരട്ടി ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്കിനും കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റി ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കാറുണ്ട് ഉള്ളതല്ലേ. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻസ് പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. കാരണം അവർ ഈ വെജിറ്റബിൾസും അതുപോലെയുള്ള ധാന്യങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് മടിയാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി കൊടുത്താൽ അതൊക്കെ ഞാൻ കഴിച്ചോളും. ഈ മുളക് പൊടി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂക്കും. അങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മണവും നല്ല കളറും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ എനിക്കൊന്ന് എല്ലാവരും എപ്പോഴും ഉണ്ടാക്കാറുള്ളതല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇന്നെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് കറികളാണ്. ആമി കുറച്ച് നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അവള് ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റിൽ അവൾക്ക് ഹെൽപ്പ് വേണം. അപ്പം അത് എന്താണെന്നും കൂടെ നോക്കിയിട്ട് വരാം. അവളുടെ പ്രിൻസസിന് ഒരു ഹോട്ട് ഗ്ലൂം കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയായിരുന്നു കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നത്. ആ പ്രിൻസസിനെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവള് ഹാപ്പി. ഇനിയിപ്പം ബാക്കി വർക്കുമായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്തോളും. പിന്നെ നമ്മളുടെ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കാണിക്കാമെന്ന് ആലോചിച്ചത്. ഇത് നമ്മൾ നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ തൊണ്ടാണ്. അതിനകത്ത് ഞാൻ ജസ്റ്റ് കുരുവെല്ലാം എടുത്ത് മാറ്റുന്നത് വെറുതെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം കുറച്ച് ഹൈറ്റിൽ വരെ ചെടികൾ ഇങ്ങനെ വളർന്നു വരും. എന്നാലും ഇങ്ങനെ നമ്മൾ കുഴിച്ചിട്ട ആ സീഡിൽ നിന്ന് പുതിയ ചെടികൾ വളർന്നു വരുന്നത് കാണുമ്പം ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും ഓർക്കുമ്പോഴെല്ലാം ഇങ്ങനെ സീഡ്സ് കിട്ടുന്നതെല്ലാം കുഴിച്ചിടാറുണ്ട്. അത് കുറേയൊക്കെ വളർന്നു വരും. ചില സമയത്ത് കുറച്ച് നല്ലതുപോലെ ഹൈറ്റ് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുരു എല്ലാം എടുത്ത് മാറ്റി വെച്ച് പിന്നെ അതിന് ശേഷം ഈ തൊണ്ടുണ്ടല്ലോ അത് നോർമലി എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഇങ്ങനെ തൊണ്ടുണ്ടെങ്കിലും അത് നമ്മളുടെ സിങ്ക് ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഈ തൊണ്ടും കൊണ്ട് നല്ലതുപോലെ ഈ നാരങ്ങയുടെ തൊണ്ടെന്നല്ലേ എല്ലാവരും പറയാറുള്ളത്. അപ്പം അതും കൊണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുവാണെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും എണ്ണയുടെ അംശം അതുപോലെ സിങ്കിൽ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതല്ലേ അപ്പം അതെല്ലാം തന്നെ നല്ലതുപോലെ പോയിട്ട് ഒരു ഷൈനിങ് കിട്ടാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ നാരങ്ങ തൊണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഷൈനിങ് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പം നോർമലി കെമിക്കൽസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. കെമിക്കൽസ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ കളയാൻ പോകുന്നതിന് മുന്നേ അതും കൊണ്ട് ഒന്ന് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഞാനിപ്പം ഡിഷ് വാഷിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ നാരങ്ങയുടെ തൊണ്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം അതിൻ്റെ ഒരു എണ്ണയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് അത്യാവശ്യം ഷൈനിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്താട്ടോ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിൽ കയറിയപ്പം അവിടെ നിന്ന് കിട്ടിയതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റൈറ്റിങ്സ് കണ്ട് അപ്പം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനതങ്ങ് വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു കുട്ടികളുടെ വാഷ്റൂമിൽ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി. അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാകും എന്നുള്ളത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അത് കാണുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാമല്ലോ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പെൻഡിങ് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതെന്തായാലും ചെയ്യണം. കാരണം ആമി ഇവിടെ കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഡ്രോ ചെയ്യും. അപ്പോൾ അവളുടെ ഡ്രോയിങ്സ് എല്ലാം ഓരോ പേപ്പറിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പേപ്പർ നല്ലത് കുഴപ്പമില്ലാതെ അവളുടെ ആ ഒരു ഏജിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രോ ചെയ്യുന്നത് കാരണം അതൊന്നും കളയണ്ടെന്ന് വിചാരിച്ച് എടുത്ത് വെക്കുകയും ചെയ്യും. പക്ഷെ ഇതെല്ലാം പേപ്പേഴ്സ് ആയത് കാരണം ഇതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നിരന്ന് കിടക്കും. അതേസമയം
ബുക്ക് കൊടുത്താൽ ആൾക്ക് അങ്ങനെ ബുക്കിൽ ചെയ്യാൻ വലിയ താല്പര്യമില്ല. എപ്പോഴെങ്കിലും ഒക്കെ തോന്നുന്ന സമയത്ത് പേപ്പറിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വലിയ ബുക്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം എന്നുള്ളത്. അതാവുമ്പോഴത്തേക്കിനും നല്ലതുപോലെ ഇരിക്കുകയും ചെയ്യും. അവൾക്ക് വേണ്ടപ്പോഴൊക്കെ പേപ്പറിൽ ഡ്രോ ചെയ്യാം. പിന്നെ ഇതൊരു ജേർണൽ പോലെ വെക്കാമല്ലോ. ഫ്യൂച്ചറിലാണെങ്കിലും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അവൾക്കാണെങ്കിലും വേണമെങ്കിൽ കാണാമല്ലോ അവൾ ഡ്രോ ചെയ്തതൊക്കെ. അപ്പോൾ ആ ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് നാളുകൊണ്ട് പെൻഡിങ് വെച്ച് വന്ന, അപ്പം അതിൻ്റെ പുറകെയാണ് ഇനി. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എപ്പോഴും പറയുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കണ്ട. ഇതൊരു വാഷ്റൂം വരച്ചേക്കുന്നത്. നമ്മുടെ ബാത്ത് ടബ് ഉണ്ട്, പിന്നെ ബബിൾസ്, മിറർ, വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ അതൊക്കെ, പിന്നെ ടവൽ, പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡ്, അങ്ങനെ കുറേ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ വരച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ച് എടുത്ത് വെക്കാമെന്ന് കരുതുന്നത്. ഈ ഒരു വീക്കെൻഡ് വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.